ഒരു രാത്രി ഒരു വിദ്യാർത്ഥി ആകാശത്തേക്ക് നോക്കി. സ്റ്റാർസ്, സൈലൻസ്. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ യൂണിവേഴ്സ് എങ്ങനെയുണ്ടായി? അവൻ സയൻസ് പഠിച്ച ഒരാളാണ്. ബിഗ് ബാങ്, എക്സ്പാൻഷൻ, ബയോളജി എല്ലാം അറിയാം അവന്. പക്ഷെ അവന്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതെല്ലാം എന്തിനാണ്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി അവന് 1400 വർഷങ്ങൾക്ക് മുമ്പ് സയൻസ് കണ്ടെത്താൻ പോകുന്നതും കണ്ടെത്തിയതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഖുർആൻ തുറന്നു. അവലം യഅല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർളി കാനത റത്ഖൻ ഫഫതഖ്നാഹുമാ. The earth and heavens once were mass, then we split them apart. Big Bang. അവൻ ഫ്രീസായി. ഇത് ഞാൻ സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ പിന്നെയും വായിച്ചു, വസ്സമാഇ ബനീനാഹാ ബിഅനീദി വഇന്നാ ലമൂസിഊൻ. We built the heaven with strength, and in there we expanding it. Universe expanding. അവന്റെ മനസ്സ് അവന് ഭയങ്കര സൈലന്റ് ആയിട്ട് നിന്നു. Then അവൻ പിന്നെയും വായിച്ചു, وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ. From the water we made all living things. Life begins with water. അവൻ തന്റെ കൈകളിലേക്ക് നോക്കി. ഞാനും. അവൻ തുടർന്ന് വായിച്ചു, ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً وَخَلَقْنَا الْعَلَقَةَ مُضْغَةً. We made a drop into a clot, then into a germ, embryo stage. ഒരു ഡ്രോപ്പിൽ നിന്നൊരു മനുഷ്യൻ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വീണ്ടും വായിച്ചു, وَمِن كُلِّ شَيْءٍ خَلَقْنَا زَوْجَيْنِ. We made all the people with all the human with pairs, everything in pairs, design and all. Then അവൻ അവസാനമായി ഒരായത്ത് വായിച്ചു, أَفَلَا يَتَدَبَّرُونَ الْقُرْآنَ. Do they not reflect upon the Quran? അവൻ വീണ്ടും ആകാശത്തേക്ക് നോക്കി. ഇപ്പോൾ അവന്റെ മൈൻഡില് സ്റ്റാർസ് മാത്രമല്ല കാണുന്നത്, ഒരു ക്രിയേറ്ററിനെ ഫീൽ ചെയ്യുന്നു. സയൻസ് എന്തിനാണെന്ന്, സയൻസ് എങ്ങനെയെന്ന് കാണിക്കുന്നു, പറയുന്നു. ഖുർആൻ എന്തിനെന്ന് ചോദിക്കുന്നു. സയൻസ് നമുക്ക് അറിവ് നൽകും, ഖുർആൻ നിങ്ങൾക്ക് ദിശ നൽകും. നമുക്ക് സ്റ്റാർസ് കാണാന് ടെലസ്കോപ്പ് വേണം, പക്ഷെ സത്യം കാണാന് ഒരു തുറന്ന മനസ്സ് മതി. ഖുർആൻ ആൻഡ് സയൻസ് വർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇന്ന് സയൻസ് തെളിയിക്കുന്നതും നാളെ തെളിയിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഖുർആൻ ഒന്ന് തുറന്നു നോക്കി ഖുർആനെ മനസ്സിലാക്കി വായിച്ചു. ഇന്ന് പലരും പറയുന്നുണ്ട്, സയൻസ് ഉണ്ടല്ലോ, ഖുർആൻ തള്ളപ്പെടേണ്ടതാണെന്ന് പലരും വാദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണെന്നും നമ്മുടെ ഈ ലോകത്തിന്റെ ഭാവി എന്താണെന്നും ഒക്കെ കുറിച്ച് വെച്ചിരിക്കുന്നത് ഖുർആനിലാണ്. അന്ത്യനാളിൽ ഇന്ന് കാണുന്ന ഈ സയൻസും ഈ കിതാബുകളും എല്ലാം അവസാനിക്കും. പക്ഷേ അപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിൽക്കുന്നത് ഖുർആനായിരിക്കും.